കർഷകരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് പലപ്പോഴും ഏറ്റുമുട്ടുന്നതായിട്ട് പരസ്പരം ശത്രുതയിൽ നിൽക്കുന്നതായിട്ട് ആക്ഷേപം. അത് സഹജീവനം എന്ന് പറഞ്ഞ ഒരു പുതിയ നയം കർഷകരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സഹകരിച്ചു നല്ല അയൽക്കാർ എന്നുള്ള നിലയിലുള്ള ഒരു സമീപനത്തോടുകൂടി ഇതിനെ നേരിടാൻ ഉള്ള ഇതാണ്. അതിനോടൊപ്പം ഇതിന്റെ ഡിഫൻസ് മെക്കാനിസവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും. അതിനോടൊപ്പം തന്നെ വനത്തിനകത്ത് താമസിക്കുന്നവരുടെ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേരിട്ട് ഉത്തരവാദിത്വമാണെങ്കിലും ഫോറസ്റ്റിനകത്ത് താമസിക്കുന്നവരുടെ ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത നിലവാരത്തിലെ ഉന്നമനവും കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഊരുണർവ് എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മന്ത്രി ശ്രീമതി തുളസിയുടെ ഇന്ന് പങ്കെടുക്കേണ്ട നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവർക്കിന്ന് എറണാകുളത്തൊരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ പറ്റി. എങ്ങനെയാണ് ഇവർ നേരിടുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് പരിഹാരം. രണ്ടുന്നതികളിൽ പോയ രണ്ടിടത്ത് നിരവധി ആവശ്യങ്ങൾ വന്നു. അതിൽ ഒട്ടുമുക്കാൽ ആവശ്യങ്ങളും അന്നേരം തന്നെ തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് അവരുടെ അറിവിനെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാടിനെ കുറിച്ച് അവർക്കുള്ള അറിവ് മറ്റാർക്കും തന്നെ ഇല്ല, പുറത്തുള്ളവർക്കില്ല. അതുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൺസർവേഷന്റെ പ്രാധാന്യവും അവരുടെ അറിവ് വഴി നമ്മൾ നടപ്പിലാക്കുകയും അതിനോടൊപ്പം ഈ വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലഘൂകരിക്കുന്നതിന് അവരെ എങ്ങനെ സഹകരിപ്പിക്കാം എന്നുള്ളതോട് ആലോചിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ വന്നപ്പോൾ പ്രധാനമായും നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പ്രളയത്തെ തുടർന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നവർക്ക് തിരിച്ച് അവർക്ക് ഭൂമി നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. നമ്മൾ ആദ്യം പോയ സ്ഥലം വാണിയമ്പുഴ. അവിടെ ഇനി 2 പേർക്കൂടെ ഉള്ളു കൊടുക്കാൻ. അതൊരു മാസത്തിനകം കൊടുക്കും. 4 പേർക്കുണ്ട്, അതിൽ 2 പേർക്ക് ഒരു മാസത്തിനകം കൊടുക്കും. ഇന്ന് 5 പേർക്ക് കൊടുക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 1-2 വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന്റെ ഒരു വിഷയമുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട കളക്ടറും സബ് കളക്ടറും ഒക്കെ ഇന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ സന്ദർശിച്ചിട്ട് അവരിപ്പം താമസിക്കുന്ന സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ സ്ഥലം അവർക്ക് നാളെ അപകട സാധ്യത ഇല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ തന്നെ കൊടുക്കും. പക്ഷെ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന് കേരളത്തിൽ ഇതുപോലെ 14 പ്രദേശത്താണ് ഇങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഭൂമി കൊടുക്കാം? നിലവിലെ നിയമത്തിൽ വ്യവസ്ഥയില്ല. വനത്തിനകത്ത് സ്വാപ്പ് ചെയ്യാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താമസിപ്പിക്കാനുള്ള വ്യവസ്ഥ നിലവിലെ നിയമത്തിൽ. കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു. അതിന് അവരൊരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു കമ്മിറ്റി ഇപ്പൊ ചെന്നാൽ ഉടനെ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കും. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിനോട് അറിയിക്കുകയാണെങ്കിൽ അവരതിന് അനുമതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതില്ലാതെ തന്നെ കൊടുക്കാൻ ഒക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ കൊടുക്കും, കളക്ടർ ഇടപെടും. ഇതില്ല എങ്കിൽ ആ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 6 മാസം സമയം കൂടെ വേണ്ടി വരും. ഇതാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ഇല്ല, അങ്ങനെ പ്രോജക്റ്റുകളൊന്നും നടപ്പിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കഴിവുകൾ നമുക്ക് പ്രയോജനപ്പെടുത്തണം, ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം, അവരുടെ ഉൽപ്പന്നങ്ങൾ, വനവിഭവങ്ങൾ അവർ ശേഖരിക്കുന്നത് അതെങ്ങനെ മൂല്യവർദ്ധിതമായ വാല്യൂ അഡീഷൻ കൊടുത്ത് അവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിക്കാമെന്ന് ആലോചിക്കുന്നു. ടൂറിസവുമായി ബന്ധപ്പെട്ട് വനമേഖലയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടൂറിസത്തിന് വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അന്നേരം തീർച്ചയായിട്ടും ഗൈഡായിട്ടും ഗാർഡായിട്ടും എല്ലാം ഉപയോഗിക്കാവുന്നത് ഈ സമൂഹത്തെയാണ്. ആ നിലയിൽ തന്നെ ഇപ്പോൾ അവരുടെ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ നാളെ അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ്
നാളെ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി. വീടില്ലാത്ത ആളുകളുടെ ഭൂരിഭാഗം അവർക്ക് സർക്കാർ വെച്ച് പിടുത്ത വീടുകൾ പോലും അവരുടെ താല്പര്യപ്രകാരമല്ല ചെയ്തത്. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അനുസരിച്ച് വീട് വെച്ചു കൊടുത്താൽ അവർ താമസിക്കാൻ തയ്യാറാവുന്ന സാഹചര്യം. അങ്ങോട്ട് പോവല്ലേ, അവരുമായിട്ട് സംസാരിക്കട്ടെ. അവര് പറയുന്ന ടവർ മോഡല് വീട് വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. നേരിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ പോവുകയല്ലേ. ചർച്ചയ്ക്ക് ശേഷം എന്താണ് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുന്നതെന്ന് നോക്കിയിട്ട് നിയമത്തിനുള്ളിൽ, ഇന്നത്തെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ വരുന്നത്. അത് ഫോറസ്റ്റിൽ നിന്നുള്ള അനുമതി, ബാക്കി ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബാക്കി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കാൻ തന്നെയാണ് പോകുന്നത്. ഇത് കേരളത്തിൽ 36 വ്യത്യസ്തമായ ട്രൈബ്സ് ആണുള്ളത്. 36 മാസം കൊണ്ട് എല്ലാ ട്രൈബ്സിലേക്കും എത്തുക എന്നുള്ള പദ്ധതിയാണ് ഊരുണർവ് എന്ന പദ്ധതി. അതിന് തുടക്കം നിലമ്പൂരിൽ നിന്ന് കുറിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ MLA നിർബന്ധം ഒന്നുകൊണ്ട് മാത്രം ഇവിടെ വരണം ഇവിടുന്ന് തുടങ്ങണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഇവിടുന്ന് തുടക്കം കുറിച്ചത്. കുറച്ച് ആളുകള് നാട്ടിൽ പുനരധിവാസം താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോഴും. ഈ നമ്മുടെ കരളായി വനത്തിൽ തന്നെ താമസിക്കുന്നത് ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും നാട്ടിൽ സ്ഥലം വാങ്ങി നൽകുന്ന പദ്ധതികൾ നേരത്തെ അങ്ങനെ 2 പദ്ധതികൾ ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. അതിപ്പോ അതിനുശേഷം മുടങ്ങി കിടക്കുക. അന്ന് അപേക്ഷ കൊടുത്ത കുറച്ചു പേർക്ക് ഇനിയും പണം കൊടുക്കാനുണ്ട്. അതിപ്പോ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഇത് പൂർത്തീകരിക്കും. അതോടൊപ്പം പുതിയൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യണം. ഇത് ചെയ്യുന്നതാണ്. പക്ഷേ വനത്തിനകത്തുള്ളവരെ പുറത്തിറക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശബ്ദം ഉയർന്നു എന്നുള്ളത് നിങ്ങൾ മറക്കില്ല. ഇപ്പം വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകരെ അവിടുന്ന് മാറ്റുന്നതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. മറ്റേ തുടങ്ങിയപ്പോൾ തന്നെ അതിന് എതിർ ശബ്ദം വന്നത് മുടങ്ങി. ഈ പഠനത്തിന്റെ ഭാഗമായി അതിന്റെ അവർക്ക് ആഗ്രഹമാണെങ്കിൽ അവർ പുറത്ത് നിൽക്കുന്ന കുറച്ചു പേര് പറഞ്ഞു നിങ്ങൾ കാട്ടിനകത്ത് തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് വെച്ച് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അവർക്ക് ആഗ്രഹം മനസ്സിലാകട്ടെ. അല്ല, ബഹുമാനപ്പെട്ട അവിടെ ഒരു പാലം പണി മുടങ്ങി കിടക്കുവായിരുന്നു. എന്താണെങ്കിലും അവിടുന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് നാളെ തന്നെ പാലം പണി പുനരാരംഭിക്കുമെന്ന്. ഹാങ്ങിങ് ബ്രിഡ്ജ് അതിന്റെ അവർ അറിയിച്ചിട്ടുണ്ട്. നാളെ തന്നെ പ്രവർത്തനം ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട MLA ഒരു വലിയ പദ്ധതിയാണ് സമർപ്പിച്ചത്. സത്യം പറഞ്ഞാൽ വളരെ ആകർഷണീയമായ, നിലമ്പൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിലയിലേക്കുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ് അവിടുന്ന് തയ്യാറാക്കി തന്നെ. അത് വരും ദിവസങ്ങളിൽ അത് എങ്ങനെ കൂടുതൽ പ്രായോഗികമാക്കാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതുമായിട്ട് അത്ര ഉറപ്പ് തരാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ റിസർവ് ഫോഴ്സിനെ 500 പേരെ നിയമിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ നിർദ്ദേശം കൊടുത്തു. അതിന് ആദിവാസികളായിട്ടുള്ളവരുണ്ടെങ്കിൽ കായികക്ഷമതയുള്ള നമുക്കറിയാം മാനദണ്ഡം ഉണ്ടെങ്കിൽ അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവരെ കിട്ടാതെ വരികയാണെങ്കിൽ പിന്നെ അടുത്ത ഇത് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ PSCയുടെ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതെ പോയവരുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക. അങ്ങനെ ചില നോംസ് വെച്ച് തന്നെയാണ് വാച്ചർ ആ തസ്തികയിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൃഷി നശിപ്പിക്കുമ്പോൾ കാർഷിക വിളകൾക്ക് പഴയ വളരെ താമസിച്ചാണ് കർഷകരിലേക്ക് എത്തുന്നത്. പല കർഷകരും ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ പോലും പഠിച്ചു. ഇപ്പൊ ഓഗസ്റ്റ് മാസത്തിൽ 3 അദാലത്ത് വെച്ചു. ഒന്ന് ആനുകൂല്യ വിതരണം, മുടങ്ങിക്കിടക്കുന്ന അടക്കം അതിനുള്ള ഒരു അദാലത്ത് എല്ലാ ഡിവിഷൻ തലത്തിലും നടത്തുന്നതാണ്. രണ്ടാമത്തേത് NOC മറ്റു കാര്യങ്ങളുമായി കർഷകർ ഫോറസ്റ്റിനെ സമീപിച്ചിട്ട് അതും കാലതാമസം. അതിൽ ഓൾറെഡി ഒരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് കേസുകളോ കോടതി വ്യവഹാരമോ ഇല്ലാത്തയാണെങ്കിൽ 3 മാസത്തിനകം കൊടുക്കണമെന്ന്. സർവേ അടക്കമുള്ള നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ പരമാവധി 6 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്ന് ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു അതാണ്. മൂന്നാമതായി ഒത്തിരി OR ഉണ്ട്.
അതിലെ ചെറിയ നിസ്സാരമായി തീർക്കാവുന്ന കുറ്റകൃത്യങ്ങളെല്ലാം അത് കോമ്പൗണ്ട് ചെയ്തോ ഏതെങ്കിലും രീതിയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഈ 3 അദാലത്ത് ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോവുക. അതിന് നിങ്ങളോടെല്ലാം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം പൊളിറ്റിക്കലാണ് UDF ചേരാൻ ഇങ്ങനെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം UDF ചേരാത്തത്? മുഖ്യമന്ത്രിയെ പല കോണുകളൊന്നും കടന്നാക്രമിക്കുന്നു. പക്ഷെ മന്ത്രിമാരുടെ ഭാഗത്ത്